ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കാണാൻ പോകുന്ന ടോപ്പിക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്നുള്ളതാണ്. നമുക്കാദ്യം എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നോക്കാം. നമ്മൾ യൂഷ്വലി പഠിക്കുന്നുണ്ട്, ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ് പഠിക്കുന്നുണ്ട്. അതിൽ ചെറിയ രണ്ട് ചേഞ്ചുകളാണ് പഠിക്കുന്നത് വരുമ്പോഴാണ് ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവുക. ആൻഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് എ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഫോർ വിച്ച് ദ ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ മേ നോട്ട് ബി ഫൈനൈറ്റ്. അതായത് ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ യൂഷ്വലി നമുക്ക് ഫൈനൈറ്റ് ആയിരിക്കും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ എ സെറ്റ് എ ടു ബി ഒക്കെ ആയിരിക്കും. സോ ആ ഡൊമൈൻ ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് അല്ലാത്ത കേസ്, ഇൻഫിനിറ്റ് ആവുന്ന കേസാണ് ഒന്നാമത്. രണ്ടാമത് ദ റേഞ്ച് ഓഫ് ഇൻ്റഗ്രൻറ്റ് മേ നോട്ട് ബി ഫൈനൈറ്റ്. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച്, അതിന് വരാവുന്ന വാല്യൂസ് ഇൻഫിനിറ്റി മിനി വാല്യൂസ് ആയിരിക്കും, ഒരു ഫൈനൈറ്റ് വാല്യൂസ് ആയിരിക്കില്ല ഇൻ ദ ഗിവൺ ഇൻ്റർവൽ. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇതിനകത്ത്. So there is integrals with the finite limits of integration and integrals of functions that becomes infinite within the intervals of integration are improper integrals. അതായത് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഫൈനൈറ്റ് ആവുക, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇൻ്റർവലിനകത്ത് ഫംഗ്ഷൻ തന്നെ ഇൻഫിനിറ്റിലേക്ക് പോവുക. ഇത്തരം കേസുകളാണ് നമ്മൾ ഒരു ഇൻ്റഗ്രലിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയാം. സോ എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ? ഫസ്റ്റ് കൈൻഡ് നോക്കാം. ഫസ്റ്റ് കൈൻഡ് പറയുമ്പോൾ ഇത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡസ് നോട്ട് ഫോളോ റീമൈൻ ഇൻ്റഗ്രേഷൻ സിൻസ് ദ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ എ ഓപ്പൺ ഇൻഫിനിറ്റി ഈസ് നോട്ട് ബൗണ്ടഡ്. നമ്മൾ ഈ ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇത് റീമൈൻ ഇൻ്റഗ്രൽ ആയിരിക്കില്ല, കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇൻ്റർവൽ എ ടു ഇൻഫിനിറ്റി ആണ്, അത് ബൗണ്ടഡ് സെറ്റ് അല്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ റീമൈൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻസ്. സച്ച് ആൻ ഇൻ്റഗ്രൽ ഈസ് കോൾഡ് ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന ഫോമിൽ വരുന്ന ഇൻ്റഗ്രൽസിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയാം. അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ: ഇഫ് എഫ് ബിലോങ്സ് ടു റീമൈൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻസ് ഇൻ എ എസ്, എഫ് എന്നുള്ളത് ക്ലോസ് ഇൻ്റർവൽ എ എസിനകത്ത് റീമൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ, then integral a to infinity f of x dx is defined as the ordered pair f with capital F, where capital F of s equal to integral a to s f of x dx. അതായത് എഫ് ക്യാപിറ്റൽ എഫ് എന്നുള്ളത് ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് ഫ്രം എ ടു എസ്, വേർ എ ലെസ് ഈക്വൽ ടു എസ് ലെസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ എന്തും ആവാം. ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് സ്ട്രോങ്ലി അനലോഗസ് വിത്ത് ദ nth പാർഷ്യൽ സം എസ് എൻ ഓഫ് സീരീസ് ഓഫ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ എ ടു ഇൻഫിനിറ്റി സ്മോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇങ്ങനെ ഒരു ഓർഡർ പെയറായിട്ട് എടുക്കാം. ഈ എഫിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ആസ് എസ് ചേഞ്ചസ്, അങ്ങനെയാണ്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ പറയാവുന്ന കാര്യം, ഈ എഫ് എഫ് എസ് എന്നുള്ളത് ശരിക്കും നമ്മൾ സീരീസ് കണ്ടപ്പോൾ അവിടെ nth പാർഷ്യൽ സം കണ്ടു, എസ് എൻ എന്ന് കണ്ടു. എന്തായിരുന്നു? എൻ വരെയുള്ള ടേമുകളുടെ സമ്മായിരുന്നു. ഇവിടെ അത് തന്നെയാണ്. ഇൻഫിനിറ്റി പോകുമ്പോൾ അതിനിടയ്ക്ക് ഒരു എസ് എടുത്താൽ ആ എസ് വരെയുള്ള ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു അനലോഗായിട്ട് പറയാൻ പറ്റും അതിനോട്. സീരീസിൻ്റെ nth പാർഷ്യൽ സമ്മിന് അനലോഗായിട്ട് പോയി എഫ് ഓഫ് എക്സിനെ പറയാൻ പറ്റും. നെക്സ്റ്റ് ഈസ് എ കൺവേർജൻസ് ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്കിനി ആ സീരീസിൽ കണ്ട പോലെ തന്നെ ഇവിടെയും നമുക്കൊരു കൺവേർജൻസ് പറയാണ്. വി സേ ദാറ്റ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി സ്മോൾ എഫ് ഈസ് കൺവേർജൻറ്റ് ടു എ ഇഫ് ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഈക്വൽ ടു എ. അതായത് ലിമിറ്റ് എസ് ടെൻസ് ടു എഫ് ഓഫ് എസ് എന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ, നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് എന്നുള്ള ആ ഇൻ്റഗ്രൽ എയിലേക്ക് കൺവേർജൻ്റ് എന്ന് പറയാം. ആൻഡ് വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി സ്മോൾ എഫ് ഈക്വൽ ടു എ എന്ന് എഴുതാം. അതായത് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് ഈ ലിമിറ്റ് എന്ന് എഴുതാം. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണാം. ഫസ്റ്റ് വൺ ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx is convergent. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇതാണ് നമ്മുടെ എഫ് സ്മോൾ എഫ് എന്ന ഫംഗ്ഷൻ. അതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് എസ് എഴുതാം. എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to infinity വരാം 1 to s ഇൻ്റഗ്രൽ 1 to s 1 by x square dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം 1 by x സ്ക്വയറിനെ എക്സ് റെസ്റ്റ് മൈനസ് 2 ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ വി ഗെറ്റ് മൈനസ് 1 by x. സോ എഫ് ഓഫ് എസ് ഈക്വൽ ടു മൈനസ് 1 by x ഫ്രം ലിമിറ്റ് 1 to s. അപ്ലൈ ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്, യു ഗെറ്റ് 1 minus 1 by s. നമുക്ക് വേണ്ടത് എന്താ? ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ആണ് പഠിക്കേണ്ടത്. സോ ലിമിറ്റ് എസ് ടെൻസ് എഫ് ഓഫ് എസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം 0 ആയി പോകും. സോ ദ ആൻസർ ഈസ് 1. സോ ലിമിറ്റ് 1 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ 1 to infinity 1 by x square is 1 ആൻഡ് സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ് ടു 1 എന്ന് പറയാം. ഇതുപോലെ ഒരു ലിമിറ്റ് വരെ ഇൻ്റർവെല്ലിന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ വാല്യൂയിലേക്ക് ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുമെന്ന് പറയാം, അതല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുമെന്ന് പറയാം. ദെൻ ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 1 to infinity 1 by root x is ഡൈവേർജൻറ്റ്. ഈ സീരീസ് ഈ ഇൻ്റഗ്രൽ ഡൈവേർജ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എഫ് എസ് എടുക്കാം. എഫ് എഫ് എസ് 1 to s 1 by root x square ആണ്. ദാറ്റ് ഈസ് 1 to s x raised to minus 1 by 2. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 into root s
-1 ആണ്. നിങ്ങൾക്കറിയാം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്. സോ 2 × √s-1 എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എന്ത് പറ്റും? √s ഇൻഫിനിറ്റിക്ക് പോകും. സോ as extends to infinity, limit extends to infinity, f of s equal to infinity ആയിരിക്കും. സോ ദ ഇൻ്റഗ്രൽ വാല്യൂ ഡസ് നോട്ട് കൺവേർജ് ഓർ ഇറ്റ് ഡൈവേർജസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to infinity log x by x square dx ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഇങ്ങനത്തെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. നമുക്ക് എഫ് ഓഫ് എസ് ഇങ്ങനെ എടുക്കാം. എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to s log x by x dx എടുക്കാം. log x by x square dx എടുക്കാം. സോ യൂസ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ചെയ്യാൻ അറിയാം. ഇൻ്റഗ്രൽ u × v, അതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് u × ഇൻ്റഗ്രൽ v മൈനസ് ഇൻ്റഗ്രൽ u ഡാഷ് × ഇൻ്റഗ്രൽ v എന്നാണ്. ഇവിടെ നമുക്ക് u ആയിട്ട് log x-നെയും v ആയിട്ട് 1/x സ്ക്വയർ എടുക്കാം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് log x × -1/x ആണ് 1/x സ്ക്വയർ ഇൻ്റഗ്രൽ ഫ്രം ലിമിറ്റ് 1 to s മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x that is 1/x ഇൻറ്റു അഗെയിൻ ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ that is -1/x. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ log s ബൈ എസ് മൈനസ് log s ബൈ എസ് വരും. 1 കൊടുക്കുമ്പോൾ log 1 0 ആണ്. ആ ടൈം 0 ആയി പോകും. മൈനസ് ഈ ടൈം ചെയ്യാൻ വേണ്ടി ആദ്യം 1/x ഇൻറ്റു -1/x-നെ മൈനസ് പുറത്തത് പ്ലസ് ആക്കുക, 1/x സ്ക്വയർ ആക്കുക, ദെൻ 1/x സ്ക്വയർ ഇൻ്റഗ്രൽ വീണ്ടും -1/x ആക്കുക, 1 to s അപ്ലൈ ചെയ്യുക. സോ യു ഗെറ്റ് മൈനസ് log s ബൈ എസ് മൈനസ് 1/s പ്ലസ് 1 കിട്ടും. ഇവിടെ ഈ ആദ്യത്തെ ടൈമിൽ log s ബൈ എസിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ആണ്. എൽ ഹോസ്പിറ്റൽ റൂൾ ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. എൽ ഹോസ്പിറ്റൽ റൂൾ വേറെ ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഒരു ഫംഗ്ഷൻ, ഒരു കോഷ്യൻ ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോം ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളതും ലിമിറ്റ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് എന്നുള്ളതും സെയിം ആയിരിക്കും. ഇതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. അപ്പോൾ നമ്മുടെ log s ബൈ എസ് ഉണ്ട്. log s 1/s ആണ്. log s ൻ്റെ ഡെറിവേറ്റീവ് 1/s ആണ്. എസിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. രണ്ടും എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് ഇതിൻ്റെ log s ബൈ എസിന് ലിമിറ്റ് എടുക്കുന്നതിന് പകരം 1/s മൈനസ് 1/s ബൈ എസിന് എടുത്താൽ മതി. അല്ലെങ്കിൽ log s പകരം 1/s ബൈ എസിന് 1 എടുത്താൽ മതി. സോ നമ്മുടെ ലിമിറ്റ് എഫ് ഓഫ് എസ് എന്നുള്ളത് ഈ ടൈമിൽ ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി log s ബൈ എസിൻ്റെ ലിമിറ്റ് മൈനസ് ലിമിറ്റ് എസ് ടെൻസ് ഇൻഫിനിറ്റി 1/s ഈ ലിമിറ്റ് 1 തന്നെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ലിമിറ്റ് എസ് ടെൻസ് ഇൻഫിനിറ്റി log s ബൈ എസ് മൈനസ് ലിമിറ്റ് എസ് ടെൻസ് ഇൻഫിനിറ്റി 1/s പ്ലസ് 1 വരും. ആൻഡ് ദിസ് വിൽ ബി 1/s ബൈ 1 ബൈ യൂസിങ് എൽ ഹോസ്പിറ്റൽ റൂൾ. ഈ ലിമിറ്റ് 0 ആയിരിക്കും. ഈ ടൈം 1 ആയിരിക്കും. 1/s 1/1 ലിമിറ്റും 0ലേക്ക് പോകും. സോ 0 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ 1 to infinity log x by x power equal to 1 എന്ന് കിട്ടി. നെക്സ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ്. ഇഫ് ഇൻ്റഗ്രൽ a to infinity f and ഇൻ്റഗ്രൽ a to infinity g both converges and c belongs to R. അങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ പറഞ്ഞാൽ, ഒന്ന് ഇൻ്റഗ്രൽ a to infinity f plus or minus g converges, അതായത് രണ്ട് കൺവേർജിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ സമ്മും കൺവെർജ് ചെയ്യും, ഡിഫറൻസും കൺവെർജ് ചെയ്യും. ഇൻ്റഗ്രൽ a to infinity f plus g എന്നുള്ളത് ഇൻ്റഗ്രൽ a to infinity f plus ഇൻ്റഗ്രൽ a to infinity g എന്നായിരിക്കും. ഇൻ്റഗ്രൽ a to infinity f മൈനസ് g എന്നുള്ളത് ഇൻ്റഗ്രൽ a to f മൈനസ് ഇൻ്റഗ്രൽ a to f g എന്നായിരിക്കും. ഇൻ്റഗ്രൽ a to infinity f മൈനസ് ഇൻ്റഗ്രൽ a to infinity g എന്നായിരിക്കും. അത് ഈസിയാണ്. ദെൻ സി എന്നൊരു റിയൽ നമ്പർ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ a to infinity c ഇൻറ്റു എഫ് എന്നുള്ളത് കൺവെർജ് ചെയ്യുമെങ്കിൽ, എഫ് കൺവെർജൻ്റ് ആണ്, സോ ഇത് കൺവെർജ് ചെയ്യും. ആൻഡ് ഇൻ്റഗ്രൽ a to infinity c f എന്നുള്ളത് c ഇൻറ്റു ഇൻ്റഗ്രൽ a to infinity f ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസ് കൺവെർജ് ചെയ്യുമെങ്കിൽ, ഈ രണ്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് കൺവെർജ് ചെയ്യുമെങ്കിൽ അവരെ സം കൺവെർജ് ചെയ്യും, ഡിഫറൻസ് കൺവെർജ് ചെയ്യും, സ്കെലാർ മൾട്ടിപ്പിളും കൺവെർജ് ചെയ്യും. ദെൻ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യുമോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുമോ എന്ന് അറിയാനുള്ള കമ്പാരിസൺ ടെസ്റ്റാണ്. കമ്പാരിസൺ ടെസ്റ്റ് നിങ്ങൾ മുമ്പ് സീരീസ് കണ്ടിട്ടുണ്ടാവും. രണ്ട് സീക്വൻസുകളെ അല്ലെങ്കിൽ രണ്ട് സീരീസുകളെ കമ്പയർ ചെയ്യാണ് കൺവെർജൻസിൽ. അപ്പോൾ നോക്കൂ, ലെറ്റ് എഫ് ആൻഡ് ജി ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ഓപ്പൺ ഇൻഫിനിറ്റി ആൻഡ് സപ്പോസ് ദാറ്റ് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, 0 ലെസ് ആൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ആൻ ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എപ്പോഴും ജി ഓഫ് എക്സിനേക്കാൾ ചെറുതാണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. നമ്മുടെ ഗീവൺ ഇൻ്റർവലിനകത്ത് എപ്പോഴും എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാൾ ചെറുതാണ്. ദെൻ ഇൻ്റഗ്രൽ a to infinity f of x dx converges if ഇൻ്റഗ്രൽ a to infinity g of x dx converges. അതായത് എഫിനേക്കാളും എപ്പോഴും മുകളിൽ നിൽക്കുന്ന ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ്. അപ്പോൾ മുകളിൽ നിൽക്കുന്ന ഫംഗ്ഷൻ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ താഴെ നിൽക്കുന്ന എഫ് ഓഫ് എക്സും കൺവെർജ് ചെയ്യും. ദെൻ ഇൻ്റഗ്രൽ a to infinity g of x diverges if ഇൻ്റഗ്രൽ a to infinity f of x diverges. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, മുകളിലാണ് ജി ഓഫ് എക്സ്, താഴെയാണ് എഫ് ഓഫ് എക്സ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ മുകളിലെ ഫംഗ്ഷൻ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ താഴത്തെ ഫംഗ്ഷൻ കൺവെർജ് ചെയ്യും, താഴെയുള്ള ഫംഗ്ഷൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ മുകളിലെ ഫംഗ്ഷൻ ഡൈവേർജ് ചെയ്യും. അതാണ് രണ്ടാമത്തെ കേസ്.
ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 1 to infinity sin square x by x square dx എന്നാണ്. ഇൻ്റഗ്രൽ 1 to infinity ആണ്. സോ 1 to infinity എന്ന ഇൻ്റർവലിനകത്ത് സൈൻ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും സൈൻ സ്ക്വയർ ആണ്. സൈൻ എപ്പോഴും 0 1 പോസിറ്റീവ് ആണെങ്കിൽ -1 1 എപ്പോഴും സ്ക്വയർ എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ യു ക്യാൻ സേ ദാറ്റ് 0 ലെസ് ദാൻ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയാം. ആൻഡ് സൈൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ 1 ആണ്, സൈൻ സ്ക്വയറിൻ്റെ മാക്സിമം വാല്യൂ 1 വരുള്ളൂ. സോ 0 ലെസ് ദാൻ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറയാം. സോ നമുക്ക് ഈ ഇതിനകത്ത് ഫംഗ്ഷനെ സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതാം. 0 ലെസ് ദാൻ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയാം. കാരണം 0 ലെസ് ദാൻ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് അറിയാം. ഓരോ ടൈമിനെയും എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സീരീസിൻ്റെ നോക്കണം. 1 ബൈ എക്സ് സ്ക്വയർ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ കണ്ടതായിരുന്നു. ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx ആയിരുന്നു. അതിൻ്റെ വാല്യൂ നമ്മൾ 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, ഈ സീരീസ് അല്ലെ ഈ ഇൻ്റഗ്രലിൻ്റെ ഈ ഫംഗ്ഷൻ 1 by x square എന്നുള്ളത് 1 to infinity കൺവെർജിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതും സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളതും കൺവെർജൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 1 to infinity 1 by root of x square minus 0.1 dx. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാവുന്നത് റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് 0.1 ആണ്. റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് തന്നെയാണ് അല്ലേ, ഇത് വിൽ ബി ഈക്വൽ ടു ആനെ. പക്ഷേ അത് ജസ്റ്റ് കുറഞ്ഞേക്കാണ്. അപ്പോൾ ഇതെപ്പോഴും എക്സിനേക്കാൾ താഴെ ആയിരിക്കും ഈ റൂട്ടിന് വാല്യൂ വരിക. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഈക്വൽ ടു എക്സ് തന്നെ, റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ തൊട്ട് താഴെ വാല്യൂ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഓൾവേസ് ലെസ് ദാൻ എക്സ് ആയിരിക്കും. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 by x എന്ന് പറയാം. അതായത് ഈ റൂട്ടിനകത്തുള്ള ഈ ഡിനോമിനേറ്റർ വാല്യൂ എപ്പോഴും എക്സിനേക്കാൾ താഴെ ആയിരിക്കും. സോ അതിൻ്റെ റെസിപ്രോക്കൽ എപ്പോഴും എക്സിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും ഓർ ഈക്വൽ ടു ആയിരിക്കും. സോ 1 by root of x square minus 0.1 is always greater than equal to 1 by x പറയാം. ഇനി 1 by x-ൻ്റെ എന്ന ഫംഗ്ഷൻ 0 to 1 to infinity അതിനകത്ത് കൺവെർജ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇൻ്റഗ്രൽ 1 to infinity 1 by x ചെയ്ത് നോക്കാണ്. സോ വി ഹാവ് f of s equal to ഇൻ്റഗ്രൽ 1 to s 1 by x which is equal to log x. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് log s എന്ന് കിട്ടാം. as s tends to infinity log s ഇൻഫിനിറ്റിയിലേക്ക് പോവുക. സോ ഇത് ഡൈവേർജൻറ്റ് സീക്വൻസ് ആണ്. അതായത് ഇൻ്റഗ്രൽ 1 to infinity 1 by x ഡൈവർജൻ്റ് ആണ്. സോ അതിനേക്കാൾ വലിയ ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. 1 by x ഒരു ലോവർ ബൗണ്ടാണ് നിൽക്കണേ. സോ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷനും ഡൈവർജൻ്റ് ആയിരിക്കും. ബൈ അവർ കമ്പാരിസൺ ടെസ്റ്റ്. അടുത്തൊരു തിയറാണ്. തിയർ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറം പറയുന്നത് ഇൻ്റഗ്രൽ a to infinity 1 by x raised to p dx where p is a constant and a greater than 0 converges if p greater than 1 and diverges if p less than equal to 1. അപ്പോൾ 1 by x raised to p എന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എയുടെ വാല്യൂ നോൺ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവെലിനകത്ത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട് എയുടെ വാല്യൂ. അപ്പോൾ 1 by x raised to p എന്ന ഫംഗ്ഷൻ a ഇൻഫിനിറ്റിനകത്ത് കൺവേർജ് ചെയ്യണമെങ്കിൽ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവണം. ഡൈവേർജ് ചെയ്യണമെങ്കിൽ പിയുടെ വാല്യൂ 1 അതിൽ താഴെ ആവണം. സോ ഇൻ്റഗ്രൽ a to infinity 1 by x raised to p നോക്കാം. what do you get? that is equal to limit s tends to infinity integral a to s 1 by x raised to p എന്ന് പറയാം. നമ്മുടെ എഫ് ഓഫ് എസിന് പകരം ഇത് ഡയറക്റ്റ് ഇത്രയും ഫംഗ്ഷൻ എന്നുള്ളത് എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസിൻ്റെ ലിമിറ്റ് എടുക്കാൻ വേണ്ടത്. ഞാൻ ഡയറക്റ്റ് ആ ഫംഗ്ഷൻ എഴുതുന്നുള്ളൂ. ഇൻ്റഗ്രൽ a to s 1 by x raised to p dx എഴുതാം. or which is our f of s, capital F of s. സോ 1 by x raised to p യുടെ ഇൻ്റഗ്രൽ x raised to minus p എന്ന് എഴുതി കഴിഞ്ഞാൽ we have x raised to minus p plus 1 by minus p plus 1 from limit s to s വേറെ കണ്ടീഷൻ ഉണ്ട് p not equal to 1 ആവണം. നമ്മൾ പറയുന്നുണ്ട് പിയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ അത് ലോഗ് പിയിലേക്ക് പോവുക. സോ നമുക്ക് p നോട്ട് ഈക്വൽ ടു 1 തന്നെ അത് ചെയ്ത് പോവാം. എടുക്കുമ്പം മൈനസ് പി പ്ലസ് 1 ഓർ 1 മൈനസ് പി കോമൺ ഔട്ട് സൈഡ് എടുക്കാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 1 by 1 മൈനസ് പി ലിമിറ്റ് s tends to infinity s raised to 1 minus p by a raised to 1 minus p where p not equal to 1. ഇവിടെ s raised to 1 minus p യുടെ കാര്യത്തിൽ പിയുടെ വാല്യൂ നോക്കാം. പിയുടെ വാല്യൂ 1നേക്കാൾ താഴെയാണെങ്കിൽ ഈ വാല്യൂ 1 മൈനസ് എന്നുള്ള വളരെ ചെറിയ വാല്യൂയിലേക്ക് പോകും. വിച്ച് വിൽ ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി. എസിൻ്റെ വാല്യൂ കൂടിയിരിക്കും. കാരണം 1 മൈനസ് ഒരു 1 താഴെയുള്ള വാല്യൂ ആണ്. സോ എന്തായാലും ഗ്രേറ്റർ ആയിക്കൊണ്ടിരിക്കും. ഇനി പിയുടെ വാല്യൂ 1നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിലോ ഈ 1 മൈനസ് പി എന്നുള്ളത് വളരെ ചെറുതായിരിക്കും. സോ എസിൻ്റെ പവർ എപ്പോഴും 1ൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. എസിൻ്റെ വാല്യൂ എപ്പോഴും 1ൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി വേണമെങ്കിൽ 0 വരെ എത്താം. സോ യു ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് s tends to infinity 1 s raised to 1 minus p will be 0 when p greater than 1 and limit s tends to infinity s raised to 1 minus p will be infinity when p less than 1 എന്ന് പറയാം. ഡൗട്ടാണെന്ന് കരുതുന്നു. s raised to 1 minus പിയിൽ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എസിൻ്റെ വാല്യൂ 1ലേക്ക് ഗ്രേറ്റർ ആയിരിക്കും. സോ എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ആ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകും.
s⁻1 - pയിൽ പിയുടെ വാല്യൂ 1നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മുകളിലെ വാല്യൂ 1 - എന്നുള്ളത് 1 ഗ്രേറ്റർ ആയ വാല്യൂ ആണെങ്കിൽ ഒരു നെഗറ്റീവ് വരാം 1/s എന്ന ഫോമിൽ വരാം. സോ s ടെൻസ് ഇൻഫിനിറ്റി അത് 0ലേക്ക് പോകും എന്ന് ക്ലിയർ ആണ്. സോ നമുക്ക് എന്ത് പറയാം, വെൻ p ≠ 1 ഈ രണ്ട് കേസ് നമുക്ക് വന്നു. p = 1 എന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടില്ല, ≠ 1 എന്നാണ് പറയണേ. അപ്പോൾ ≠ 1 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ലിമിറ്റ് 0 എന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് p ഗ്രേറ്റർ 1 ഇല്ല. സോ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ദിസ് ഗിവൺ ഇന്റഗ്രൽ a to infinity 1/x⁻p കൺവേർജസ് വെൻ p ഗ്രേറ്റർ 1. ഇനി നമുക്ക് പിന്നെ എന്താ അറിയാം, പിയുടെ വാല്യൂ <1 ആണെങ്കിൽ ഇത് ഇൻഫിനിറ്റിലേക്ക് പോകണം, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ p <1 ഡൈവേർജൻസ് പറയാം. അതിന് മുമ്പ് നമുക്ക് p = 1 കൂടി നോക്കാം. സോ വെൻ p = 1 ലിമിറ്റ് ഇന്റഗ്രൽ a to infinity 1/x⁻p എന്നുള്ളത് 1/x തന്നെയാവും. സോ ഇന്റഗ്രൽ ഈസ് ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ a to s 1/x എന്ന് എഴുതാം. ദറ്റ് ഈസ് log x ആണ്. സോ ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി log s ഫ്രം a to s. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ log s മൈനസ് log എന്ന് വരും. ആ s ടെൻസ് ഇൻഫിനിറ്റി that tends to infinity. അപ്പോൾ നമ്മുടെ ഈ 1/x⁻p എന്നുള്ളത് ഡൈവേർജ് ചെയ്യണേ. സോ ഇന്റഗ്രൽ a to infinity 1/x⁻p ഡൈവേർജസ് വെൻ p < = 1 ആൻഡ് കൺവേർജസ് വെൻ p > 1. ഒരു എക്സാമ്പിൾ അതിനെ കാണാം നമുക്ക്. ഷോ ദാറ്റ് ഇന്റഗ്രൽ a to infinity e - tx dx where t is a constant converges if t greater than 0 and diverges if t < = 0 എന്നാണ്. സോ നമുക്ക് വീണ്ടും ഇന്റഗ്രൽ a to infinity e - tx dx നെ ഇന്റഗ്രൽ a to s നേരിട്ട് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ a to s e - tx dx എന്ന് എഴുതാം. ഇന്റഗ്രേറ്റിംഗ് ദിസ് ഇന്റഗ്രൽ a to s e - tx dx we get e - tx/-t. ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ പ്രൊഡക്റ്റ് റൂളിൻ്റെ ചെയിൻ റൂളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പോലെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും റിയൽ മെത്തേഡ്. സോ ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി e - tx/-t ഫ്രം ലിമിറ്റ് a to s ചെയ്യുമ്പോൾ 1/t പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/t ആണ് പുറത്തെടുക്കണം, -t അല്ല. മൈനസ് മുകളിൽ കൊടുക്കാം. സോ ഈ ഗെറ്റ് e - st - e - at എന്ന് വരണ്ടേ. ഞാൻ മൈനസ് കൊടുത്ത് കഴിയുമ്പോൾ ഈ -tയുടെ മൈനസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് -e - st പ്ലസ് e - at എന്നാവും. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 1/t ഇൻറ്റു ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി e - at മൈനസ് e - st എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ e - at ലിമിറ്റ് വരില്ല, s ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി e - st. അപ്പോൾ നമുക്ക് ഈ എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഈ വാല്യൂ ഇങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടി ടിയുടെ വാല്യൂ എന്താ പറയണം. ടിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഇതൊരു -ഇൻഫിനിറ്റിലേക്ക് പോവുക. -ഇൻഫിനിറ്റി e - ഇൻഫിനിറ്റി വിച്ച് അപ്രോച്ചസ് ടു 0. അപ്പോൾ ടിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0ൽ e - st 0ലേക്ക് പോവുക. ഇനി ടിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂസ് ഈ e - st പവർ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ പോസിറ്റീവ് എസ് ഒരു പോസിറ്റീവ് ഇൻഫിനിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, e - infinity ദാറ്റ് ഈസ് ഓൾസോ ഇൻഫിനിറ്റി. അപ്പോൾ t < 0ൽ ലിമിറ്റ് ഇൻഫിനിറ്റിലേക്ക് പോകും. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് വെൻ t < 0, ലിമിറ്റ് എക്സിസ്റ്റ് ഓൺലി വെൻ t greater than 0. സോ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ 0 to infinity e - tx കൺവേർജസ് ഇഫ് t greater than 0 ആൻഡ് ഡൈവേർജസ് ഇഫ് t < 0 എന്ന് പറയാം. നമുക്ക് t = 0 എന്ന കേസിൽ ഈ ഇത് വരുന്നത് e - 0x ദാറ്റ് ഈസ് 1. സോ ഇന്റഗ്രൽ a to infinity 1 dx ആണ്. ലിമിറ്റ് s ടെൻസ് ഇൻഫിനിറ്റി a to s ചെയ്യുമ്പോൾ s - a എന്ന് വരും. s ടെൻസ് ഇൻഫിനിറ്റി ദാറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ t = 0ലും ഇത് ഡൈവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്നത് t greater than 0ൽ മാത്രമാണ്. So we can conclude here. Thank you.